ഹായ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ പാക്കായിട്ടാട്ടോ വന്നേക്കണേ. അപ്പോൾ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ലെമണും കറി ലീഫും എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും യൂസ് ചെയ്യാം. പിന്നെ 3 ചെറിയുള്ളി. നമ്മുടെ ഹെയറിനനുസരിച്ച് ഇതിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ലെമൺ ഒന്നെന്നെ മതി. ബാക്കിയുള്ളത് നമ്മുടെ ഹെയറിനനുസരിച്ച് കൂട്ടാം കേട്ടോ. അതുപോലെ എഗ് വൈറ്റ് നമ്മുടെ മുടിക്ക് അടിപൊളി റിസൾട്ടാണ് തരുന്നത്. നമ്മുടെ ഡ്രൈനെസ് ഇതൊക്കെ മാറാനും, അതുപോലെ ഈ ലെമൺ ഡാൻഡ്രഫ് റിമൂവ് ആവാനും, സ്മോൾ ഓണിയനും തന്നെ കറി ലീഫും ഡാൻഡ്രഫ് റിമൂവ് ആവാനാണ്. പിന്നെ നമ്മുടെ മുടി നല്ല നൗറിഷിങ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് മിക്സിയുടെ ഇതിൽ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലേ, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിളായിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ടത് ഏത് ഓയിലാണോ ആ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വളരെ ബെറ്ററാണ്. കാരണം വളരെ ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആയാലും മുടി പൊട്ടി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. ഇത് ഓരോ പാർട്ട് വൈസായിട്ട് എടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജിങ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ബേബി ഷാമ്പു വെച്ചിട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൈൽഡ് ഷാമ്പു ആണ് ഏറ്റവും ബെറ്റർ. ബേബി ഷാമ്പു ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതാണല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും.